സുന്ദർലാൽ ബഹുഗുണ ഏത് പരിസ്ഥിതി സംഘടനയുടെ നേതാവാണ്? ചിപ്കോ ആന്തോളൻ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ റിസർച്ചിലെ ജോലി ഉപേക്ഷിച്ച് പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ആരാണ്? മേധാ പട്കർ. ഒലിവ് റിഡ്ലി കടലാമകളുടെ ജനകീയ പ്രജനന കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊളാവി കടപ്പുറം, കോഴിക്കോട്. കടുവാ സംരക്ഷണത്തിൽ താൽപ്പര്യം കാട്ടിയതിന് കമാൻഡർ ഓഫ് ഗോൾഡൻ ആർക്ക് അവാർഡിന് അർഹയായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ കടുവകൾ ജീവിക്കുന്ന ഏക കണ്ടൽ വനം ഏതാണ്? സുന്ദർബൻസ്, പശ്ചിമ ബംഗാൾ. വന്യജീവി സംരക്ഷണത്തിനായി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആരാണ്? അശോകൻ. കണ്ടൽ ചെടികളെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ള ആദ്യ ഗ്രന്ഥമേത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഓസോൺ പാളികളിലെ വിള്ളൽ ഉണ്ടാക്കുന്ന പ്രധാന ഘടകം ഏതാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂളന്നൂർ. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം? തട്ടേക്കാട്, എറണാകുളം ജില്ല. ഇന്ത്യയിലെ ആദ്യ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏതാണ്? തെക്കേ അമേരിക്ക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. ലോകത്ത് എത്ര ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ നിലവിലുണ്ട്? 36 എണ്ണം. ഇക്കോസിസ്റ്റം എന്ന പദം കണ്ടെത്തിയത് ആരാണ്? ആർതർ ജി ടാൻസ്ലി.